ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ മാർച്ച് മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവം ഇടയാക്കിയല്ലോ. നമുക്ക് യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം നമ്മുടെ ചിന്തയ്ക്കായിട്ട് വായിക്കാം. യെശയ്യാവിൻ്റെ പുസ്തകം 42-ാമത്തെ അധ്യായം, അതിൻ്റെ മൂന്നാമത്തെ വാക്യം, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. അതിലെ രണ്ടാമത് പറഞ്ഞ ആ ഭാഗം, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. എന്താ ഇവിടെ പറഞ്ഞേക്കുന്നത്? പ്രിയപ്പെട്ടവര്, നമ്മള് സാധാരണഗതിയിൽ ഒരു തിരി പുകഞ്ഞുകൊണ്ടിരുന്നാൽ എന്ത് സംഭവിക്കും? തിരി പുകഞ്ഞുകൊണ്ടിരുന്നാൽ അത് കെടുത്തിക്കളയും. എന്നാൽ ഇവിടെ പുകഞ്ഞ തിരി കെടുത്തിക്കളകയില്ല എന്ന് പറയുമ്പോൾ അതൊരു സാധാരണ രീതിയാണല്ലോ. അത് എന്തോ ഒരു സാധാരണ മനുഷ്യന്റെ ഒരു രീതി ഇവിടെ പറഞ്ഞേക്കുന്നു എന്നല്ല നമ്മൾ കാണേണ്ടത്. മറിച്ച് ഇത് നമ്മെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കുള്ള ഒരു വാഗ്ദാന വചനമാണ് എന്ന നിലയിൽ നമുക്കിതിനെ എടുക്കാനൊക്കും. നമ്മൾ നോക്കുക, അത് 42-ാമത്തെ അധ്യായം, യെശയ്യാവ് 42-ന്റെ മൂന്നാമത്തെ വാക്യത്തിന്റെ ഒരു ഭാഗമാണ് നമ്മൾ വായിച്ചത്. പുകയുന്ന തിരി കെടുത്തു കളകയില്ല. ആരാണ് ഇത് ചെയ്യാതിരിക്കുന്നത്? അതിന്റെ 42-ന്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാലേ നമുക്കത് ആരാണ് എന്നുള്ള കാര്യം വ്യക്തമാവുകയുള്ളൂ. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വെച്ചിരിക്കുന്നു. അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയില്ല, പുകയുന്ന തിരി കെടുത്തുകളയില്ല. അവൻ സത്യത്തോടെ ന്യായം പ്രസ്താവിക്കും. ഇവിടെ അവൻ 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 എന്നിങ്ങനെ യെശയ്യാവ് ദൈവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് കഴിയും. ദൈവം എന്ത് ചെയ്യില്ല? ദൈവം നമ്മുടെ ചതഞ്ഞ ഒരു അവസ്ഥയിൽ നമ്മളെ ഉപേക്ഷിച്ച് കളയില്ല, ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തി കളയുകയില്ല. ഇത് ഈ വാക്യം പഴയ നിയമത്തിലെ ഏതോ ഒരു കോണ്ടസ്റ്റിൽ പറഞ്ഞ ഒരു വാക്യം എന്നുള്ള നിലയിലല്ല. ഇതിനെ മത്തായി എഴുതിയ സുവിശേഷം, ആദ്യത്തെ സുവിശേഷത്തില് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർത്ത് ഇത് പറഞ്ഞിട്ടുണ്ട്. ഏത്? ഈ 42-ാം അധ്യായം, അതിൻ്റെ 1 മുതൽ 3 വരെ 4 വരെയുള്ള വാക്യങ്ങള് കർത്താവായ യേശുക്രിസ്തുവിനോട് ചേർത്താണ് മത്തായി ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ, അവൻ ജാതികളോട് ന്യായം പ്രസ്താവിക്കും. അവൻ നിലവിളിക്കുകയില്ല, ഒച്ച ഉണ്ടാക്കുകയില്ല. അവൻ ചതഞ്ഞ കോടെ ഒടിച്ചു കളയുകയില്ല എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാണ്? കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിലാണ് ഈ ഭാഗം. അതായത് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിൽ വരുന്നതിനും 700 വർഷം മുമ്പ് ജീവിച്ചിരുന്ന യെശയ്യാവ് പറഞ്ഞ തൻ്റെ പുസ്തകത്തിലെ ഒരു ഭാഗം ഇവിടെ കർത്താവായ യേശുക്രിസ്തുവിനാണ് പ്രസക്തം എന്ന് പരിശുദ്ധാത്മാവ് ആദ്യ സുവിശേഷകാരൻ മത്തായിയെ ഓർപ്പിച്ചതുകൊണ്ട് ഇവിടെ ഇതാ ആ കാര്യം എടുത്തു പറഞ്ഞിരിക്കുന്നു. യെശയ്യാവ് അന്ന് പറഞ്ഞത് ഇവിടെ നിവൃത്തിയായിരിക്കുന്നു എന്നാണ് മത്തായി എഴുതിയ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. എൻ്റെ 19-ാം വാക്യം, ചതഞ്ഞ ഓടെ അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തു കളയുകയില്ല. കണ്ടോ? ഇത് ഈ വാക്യങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിനാണ് പ്രസക്തം. യേശുക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ് 700 വർഷം മുമ്പ് യെശയ്യാവ് ഇത് പറഞ്ഞത് എന്നാണ് മത്തായി പറയുന്നത്. എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു ഘട്ടത്തില് യേശു ചില
സൗഖ്യം ഒക്കെ വരുത്തുകയും ശബത്തിലെ ചില നന്മകളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നപ്പോ പരീശന്മാര് അതിനെതിരെ നിന്നപ്പോ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു ഇത് പ്രസിദ്ധമാക്കരുത് എന്നൊക്കെ പറഞ്ഞ ആ ഒരു കോണ്ടസ്റ്റിൽ, ആ ഒരു സന്ദർഭത്തില് ഇതാ യെശയ്യാവിന്റെ പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണി അതിന്റെ 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളില് മത്തായി എടുത്ത് ഉദ്ധരിക്കുന്നു. അപ്പൊ നമുക്ക് നമ്മൾ തുടക്കത്തിൽ വായിച്ച ആ വാക്യത്തിലേക്ക് മടങ്ങിപ്പോകുമ്പോ നമ്മള് ഇത് കർത്താവായ യേശു ക്രിസ്തുവാണ്, ദൈവമാണ്. അതേസമയം നമുക്ക് വളരെ കുറച്ചുകൂടെ അടുപ്പത്തിൽ പറയാൻ കഴിയും നമ്മുടെ രക്ഷിതാവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അവിടുന്ന് നമ്മളെ മനസ്സിലാക്കുന്നു, നമ്മളെ അവിടത്തേക്ക് തിരിച്ചറിയാം, നമ്മുടെ പ്രത്യേകതകൾ അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് അവിടുന്ന് എന്ത് ചെയ്യുകയില്ല, നമ്മള് ഒരു തരത്തില് പുകയുന്ന തിരി പോലെ ആയാലും, നോക്കുക, അതൊരു വലിയ പ്രതീക്ഷ തരുന്ന ഒരു കാര്യമല്ലേ, വലിയൊരു പ്രോമിസ്, ഒരു വാഗ്ദാനം എന്ന നിലയിൽ നമുക്ക് എടുക്കരുതോ? ഞാൻ പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും പുക വമിച്ചുകൊണ്ടിരിക്കാൻ ഒരു ലൈസൻസ് എന്നല്ല ഞാൻ ഈ പറയുന്നത്. എങ്കിലും നമ്മൾ നമ്മുടെ ജീവിതത്തോട് നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തില് പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്കൊരു ഔട്ട്പുട്ട് നൽകാൻ കഴിഞ്ഞില്ലെങ്കിൽ, ഒരു തിരിയിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? തിരിയിൽ നിന്ന് പുക തരാൻ ആ നിലയിലെ ഒരു തിരി ഒരു മുറിയിൽ കൊളുത്തി വെക്കുമ്പോൾ ആ തിരി നന്നായിട്ട് വെളിച്ചം നൽകണം, ശോഭിക്കണം, ചുറ്റുപാടുകളെ പ്രകാശിപ്പിക്കണം. ഇതാണ് ആ തിരി കൊളുത്തി വെക്കുന്ന ആളിന്റെ ആഗ്രഹം. ആ ലക്ഷ്യത്തോടെയാണ് ആ തിരി കൊളുത്തി വെക്കുന്നത്. എന്നാൽ ആ തിരി എന്ത് ചെയ്യുന്നില്ല, കുറച്ചു കഴിഞ്ഞപ്പോ പതുക്കെ പതുക്കെ മങ്ങി കെട്ട് വന്ന് അത് വേണ്ടതുപോലെ വെളിച്ചം നൽകാതെ, വെളിച്ചം നൽകുന്നു എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ എന്തൊക്കെയോ ചെറിയ ചില പ്രകാശത്തിന്റെ സ്ഫുരണങ്ങളുണ്ട് എന്നുള്ളത് ഒഴിച്ചാൽ വേണ്ടതുപോലെ വെളിച്ചം നൽകുന്നില്ല. കൂടുതലും നൽകുന്നത് എന്താ? പുകയാ. പ്രിയപ്പെട്ടവര്, നമുക്ക് നമ്മുടെ ഒരു അവസ്ഥ അങ്ങനെ കാണാൻ കഴിയുമോ? നമ്മളെക്കുറിച്ച് ദൈവം എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മളെ ലോകത്തിന്റെ വെളിച്ചമാക്കി വെച്ചിരിക്കുക. നമ്മൾ വെളിച്ചമായിരിക്കണം. നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മളായിരിക്കുന്ന സാഹചര്യത്തിൽ, നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ, നമ്മുടെ സഭയിൽ ഒക്കെ നമ്മൾ അനേകരെ പ്രശോഭിപ്പിക്കുന്ന, അനേകർക്ക് വെളിച്ചം നൽകുന്ന, വെളിച്ചം ധാരാളമായിട്ട് നൽകുന്ന, ആളുകൾക്ക് വ്യക്തത നൽകുന്ന തിരിയായിരിക്കാൻ ദൈവം നമ്മെക്കുറിച്ച് പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ എന്താ തരുന്നത്? നമ്മൾ വേണ്ടതുപോലെ വെളിച്ചം നൽകുന്നില്ല. വെളിച്ചമുണ്ടോയെന്ന് ചോദിച്ചാൽ ചെറിയ തോതിലൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ആ വെളിച്ചത്തിന്റെ നേരിയ സ്ഫുരണങ്ങൾ ഉള്ളപ്പോൾ തന്നെ കൂടുതലും വമിക്കുന്നത് പുകയാണ്. പുക എന്തോ ചെയ്യും? പുക ആർക്കെങ്കിലും താല്പര്യമുള്ള ഒരു കാര്യമാണോ? ആ മുറിയിൽ ഇരിക്കുന്ന ഈ തിരി കൊളുത്തി വെച്ചിട്ട് അതിന്റെ മുമ്പിൽ പഠിക്കാനിരിക്കുന്ന കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചു കഴിയുമ്പോൾ അത് പുക വമിക്കുകയാണെങ്കിൽ അവനത് താല്പര്യമാണോ? അല്ല, അവനത് ദുസ്സഹമാണ്. അവൻ ചുമയ്ക്കാൻ തുടങ്ങും, അവന് വീർപ്പ് മുട്ടും, അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ തുടങ്ങും. ഇവിടെ ഇതാ, ഈ തിരി ആരാണ്? ഈ തിരി സഹോദരി നമ്മളാണ്. നമ്മളെ ദൈവം ഒരു പ്രത്യേക ലക്ഷ്യത്തോടെ, ഒരു പ്രത്യേക കാലഘട്ടത്തിൽ, ഒരു പ്രത്യേക സ്ഥലത്താക്കി വെച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രതീക്ഷ എന്താ? നാം വെളിച്ചം നൽകുമെന്ന. വെളിച്ചം നൽകും. വെളിച്ചം നൽകാനാണ് നമ്മളെ വിളിച്ചേക്കുന്നത്. വെളിച്ചം നൽകാതെ, വെളിച്ചം നൽകുന്നില്ല എന്ന് മാത്രമല്ല, ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന പുക വമിക്കുകയും ചെയ്താൽ ഈ കാര്യത്തിലെ ഒരു ഉത്തരവാദിത്തമുള്ള ആള് സാധാരണ എന്താ ചെയ്യുന്നത്? ആ പുകയുന്ന തിരി കെടുത്തിക്കളയുകയാ ചെയ്യുന്നത്. കെടുത്തിക്കളയുക. ഇതിനെ വെളിച്ചം തരാൻ വെച്ചു, അതാണ്ട് പുക തരുന്നു, വേണ്ട എന്ന് പറഞ്ഞ് അതിനെ കെടുത്തിക്കളയുകയാണ് സാധാരണ യജമാനന്മാരെ ചെയ്യാറുള്ളത്. പക്ഷേ ഇവിടെ ഇതാ കർത്താവായ യേശു ക്രിസ്തു അവിടുന്ന് വ്യത്യസ്തനായ ഒരാളാണ്. അവിടുന്ന് എന്ത് ചെയ്യുന്നില്ല? പുകയുന്ന തിരിയെ കെടുത്തിക്കളയുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഇന്നിവിടെ ഈ പുതിയ മാസത്തിന്റെ 3-ാമത്തെ മാസത്തിന്റെ ആദ്യ ഞായറാഴ്ച നമ്മൾ വന്നിരിക്കുമ്പോൾ, നമ്മൾ യാത്ര ചെയ്തും വാഹനം ഓടിച്ചും ഒക്കെ വരുമ്പോൾ, നമ്മൾ ഈ ഞായറാഴ്ചയെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ
ദൈവം നമ്മളെ ആക്കി വെച്ചതുപോലെ ആയിരിക്കാൻ പലപ്പോഴും ആകുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധവും നിരാശയും തന്നെക്കുറിച്ച് തന്നെ ആ നിലയിൽ ഒരു ലജ്ജയും ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒക്കെ ഇവിടെ ഇരിപ്പുണ്ടോ? ദൈവം പ്രതീക്ഷിക്കുന്നത് പോലെ നമുക്ക് ആ നിലയിൽ വെളിച്ചം കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ടോ? നമ്മുടെ വീട്ടിൽ നമ്മുടെ ജീവിത പങ്കാളിയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്, അയൽപക്കക്കാര് ചുറ്റുപാടും താമസിക്കുന്നു. ഈ ഒരു രംഗത്ത് നമ്മിൽ നിന്ന് വെളിച്ചമാണോ വരുന്നത്, അതോ കുറ്റപ്പെടുത്തലിൻ്റെയും അതുപോലെ തന്നെ അസൂയയുടെയും പകയുടെയും നിരാശയുടെയും വിരൽ ചൂണ്ടുന്നതിൻ്റെയും ഒക്കെ ആ നിലയിലുള്ള പുക വമിക്കുകയാണോ? ഈ പുക വമിക്കുകയാണെങ്കിൽ അത് ആർക്കും ഇഷ്ടമില്ല, കൂടെ താമസിക്കുന്നവർക്ക് ഇഷ്ടമില്ല. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇത്രയും നാള് ദൈവം എന്നെ ദൈവസഭയിലാക്കി വെച്ചിരിക്കുന്നു, ദൈവം എനിക്ക് എന്തെല്ലാം കാര്യങ്ങൾ തന്നിരിക്കുന്നു, എന്നിട്ടും ദൈവമേ ഞാൻ വേണ്ടതുപോലെ അവിടുത്തെ പ്രതീക്ഷയ്ക്കൊത്തു വരുന്നില്ലല്ലോ എന്നൊരു കുറ്റബോധം. ഇങ്ങനെയാണെങ്കിൽ ദൈവം എന്നെ കൈവിട്ട് കളയും, ദൈവം എന്നെ ഉപേക്ഷിച്ച് കളയും. ദൈവം എത്രയോ പേര്, എന്നെക്കാളും ശക്തരായ എത്രയോ പേര്, ഒരു പാട്ടിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, എന്നിലും ശക്തർ എന്നിലും ഭക്തർ വീണ് തകർന്ന് ഈ പോർക്കളത്തിൽ. നമ്മളെക്കാളും ശക്തരും നമ്മളെക്കാളും ഭക്തരുമായ എത്രയോ പേര് വീണ് തകർന്ന ഒരു പോർക്കളത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിയുമ്പോൾ ഇങ്ങനെ പോയാൽ ദൈവം എന്നെയും വീണു പോകാൻ അനുവദിക്കുകയില്ലേ? എൻ്റെ വെളിച്ചം മാറ്റിക്കളയേയില്ലേ? എന്നെ ഉപേക്ഷിച്ച് കളയേയില്ലേ എന്നുള്ള അടക്കിപ്പിടിച്ച ഒരു പരിഭ്രാന്തിയോ ഒരു വിഷമത്തോടെയോ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഈ വാചകം നിങ്ങൾക്ക് ധൈര്യം തരട്ടെ, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. സഹോദര സഹോദരി, ഞാനും നീയും പുകയുന്ന തിരിയാണോ? വെളിച്ചമാണ് നമ്മൾ കൊടുക്കേണ്ടത്, പക്ഷെ വെളിച്ചം കൊടുക്കുന്നില്ലെന്ന് തന്നല്ല, നമ്മൾ കൂടുള്ളവരെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്ന പുക വമിക്കുന്നു. പക്ഷേ എങ്കിലും നമ്മുടെ യജമാനൻ, നമ്മളെ അവിടെ വെച്ച ആ കർത്താവ്, അവിടുന്ന് ചതഞ്ഞ ഓടെ ഒടിച്ചു കളകയില്ല. ചതഞ്ഞ ഓട കൊണ്ട് ഇനി ഒരു പ്രയോജനവുമില്ല. അത് ഒടിച്ചു കളഞ്ഞേച്ച് വല്ല കൊള്ളാവുന്ന ഓടെ അവിടെ വെക്കുകയില്ലേന്ന് ബുദ്ധിയുള്ള ആള് ചെയ്യുന്നത്. പുകയുന്ന തിരിയെ കെടുത്തി കളഞ്ഞിട്ട് വേറൊരു വിളക്ക് കൊളുത്തി അവിടെ വെക്കുകയല്ലേ ബുദ്ധിയുള്ള ഒരാള് ചെയ്യേണ്ടത്. പക്ഷേ ഈ യജമാനൻ വ്യത്യസ്തനാണ്. ഈ യജമാനൻ എന്താ? ഈ പുകയുന്ന തിരിയോട് ഒരു അടുപ്പമുള്ളതുപോലെ ആ പുകയുന്ന തിരിയെ താൻ കെടുത്തിക്കളകയില്ല എന്നുള്ളത് നമുക്ക് ഈ മാസത്തിന്റെ ആദ്യത്തെ ഞായറാഴ്ച തന്നെ നമുക്ക് വലിയൊരു ധൈര്യവും ദൈവത്തിലുള്ള വലിയൊരു ആശ്രയവും നൽകട്ടെ. ഞാൻ ഈ ഭാഗം ധ്യാനിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാനും എന്നെ സംബന്ധിച്ചും, കർത്താവേ, നാളുകൾ കടന്നു പോവുകയാ, അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ആയിത്തീരാൻ പറ്റുന്നുണ്ടോ? ഇല്ലെങ്കിൽ എത്രയോ പേര് വീണ് തകർന്ന പോർക്കളമാണിത്. നാളെ ദൈവത്തിന് മുഖപക്ഷമില്ലല്ലോ. മറ്റൊരാളെ ആ നിലയിൽ ആദരിച്ചില്ലെങ്കിൽ എന്നെ എന്തിനാണ് ആദരിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇതാ നോക്കുക, പുകയുന്ന തിരി കെടുത്തു കളകയില്ല. ഒരു പുകയുന്ന തിരിക്ക് കേൾക്കാവുന്ന ഏറ്റവും വലിയൊരു സദ്വാർത്തയാണിത്. നിന്നെ എന്ത് ചെയ്യുകയില്ല? നിന്നെ കെടുത്തിക്കളകയില്ല, നിന്നെ കെടുത്തിക്കളകയില്ല. ഇത് പറയുമ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, തുടക്കത്തിൽ പറഞ്ഞതുപോലെ, ഇതൊരു ലൈസൻസ് അല്ല തരുന്നത്. ഏതായാലും കെടുത്തുകയില്ല, എന്നാ പിന്നെ പുക വമിച്ചേക്കാം, വെളിച്ചമൊന്നും കൊടുക്കണ്ടല്ലോ, ഏതായാലും അവന്റെ ആ നിലയില് കെടുത്തിക്കളയുകയില്ലെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. യെശയ്യാവ് കർത്താവിന് 700 വർഷം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കർത്താവിന്റെ വന്നപ്പോ ആ കാര്യങ്ങൾ രേഖപ്പെടുത്തി വെച്ച മത്തായി ഇത് കർത്താവിനോടുള്ള ബന്ധത്തിൽ എഴുതിയപ്പോ എനിക്കിനിയിപ്പോ പുക വമിക്കാം എന്നൊരു ലൈസൻസ് ആയിട്ടല്ല നമ്മൾ ഈ കാര്യത്തെ എടുക്കേണ്ടത്. മറിച്ച് എന്താ? കർത്താവിന്റെ കരുണയാണ്. ഈ കരുണയ്ക്ക് ഞാൻ അർഹനല്ല. സത്യത്തിൽ പുകയുന്ന ഒരു തിരിക്ക് കെടുത്തിക്കളയാതെ അതിനെ സൂക്ഷിക്കുന്നത് അതിൻ്റെ ഒരു അർഹതയുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് കേവലം കരുണയുടെ അടിസ്ഥാനത്തിലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് രാവിലെ കർത്താവിന്റെ കരുണയും കർത്താവിന്റെ കൃപയെയും നമുക്ക് നോക്കുകയും കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യാം. നോക്കുക,
ഇവിടെ നമുക്ക് വളരെ വേഗത്തില് ഈ പുകയുന്ന തിരി എന്നുള്ള ആ കാര്യം നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ചിന്തിക്കാം. ഈ പുകയുന്ന തിരിയിൽ നിന്ന് സത്യത്തിൽ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വെളിച്ചമാണ് പ്രതീക്ഷിക്കുന്നത്, അല്ലേ? വെളിച്ചമാണ് പ്രതീക്ഷിക്കുന്നത്. വെളിച്ചം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് വെളിച്ചം, നമ്മൾ ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു, വെളിച്ചം നൽകണം എന്നൊക്കെ പറയുമ്പോ ഈ വെളിച്ചം എന്താ? അതിനെ പലതിനോട് ചേർത്ത് വേണമെങ്കിൽ നമുക്ക് പറയാം. പരിശുദ്ധിയോട് ചേർത്ത് പറയാം, ഒരു നല്ല ജീവിതത്തോട് ചേർത്ത് പറയാം. എങ്കിലും പ്രാഥമികമായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ രണ്ട് വാക്യങ്ങൾ എടുത്ത് താരതമ്യം ചെയ്താൽ ആ വെളിച്ചം നമ്മിൽ നിന്ന് നമ്മുടെ യജമാനൻ ആഗ്രഹിക്കുന്ന ആ വെളിച്ചമെന്ന് പറയുന്നത് സ്നേഹമാണ് എന്ന് കണ്ടെത്താൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തില് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഒരു വാക്യം നമ്മൾ കാണുന്നുണ്ടല്ലോ. അതിന്റെ 8-ാം അധ്യായം 12-ാമത്തെ വാക്യത്തില് കർത്താവിനെ കുറിച്ച് പറയുകയാണ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. യേശു പിന്നെയും അവരോട് സംസാരിച്ചു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അപ്പൊ യേശു എന്താ? യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. യേശു സമം വെളിച്ചം എന്നൊരു ചെറിയ ഇക്വേഷനില് കുഞ്ഞുങ്ങൾക്ക് എത്താം. ഓക്കെ, ഇതാണ് യോഹന്നാൻ 8:12 നിന്ന് യേശു വെളിച്ചമാണ് എന്ന് നമ്മൾ കണ്ടു. എന്നാൽ നോക്കുക, വചനത്തോട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ 1 യോഹന്നാൻ 4:8 വരുമ്പോ നമ്മൾ അവിടെ കർത്താവിനെ എന്തായിട്ടാ കാണുന്നത്? ദൈവം സ്നേഹമാകുന്നു, കർത്താവ് സ്നേഹമാകുന്നു. യോഹന്നാൻ 8:12 കർത്താവ് സമം വെളിച്ചം. 1 യോഹന്നാൻ 4:8 കർത്താവ് സമം സ്നേഹം. ദൈവം സ്നേഹമാകുന്നു, കർത്താവ് സ്നേഹമാണ്. അപ്പോ കണ്ടോ, രണ്ട് വാക്യങ്ങളാ. ഈ രണ്ട് വാക്യങ്ങളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്കറിയാം യേശു സമം വെളിച്ചം. അതാണ് യോഹന്നാൻ 8:12 പറയുന്നത്. യേശു സമം സ്നേഹം, ഇതാണ് 1 യോഹന്നാൻ 4:8 പറയുന്നത്. ഇതിന്റെ ഇടതുവശത്തെ കാര്യങ്ങൾ എന്താ? ഒരേപോലെ, യേശു. അപ്പൊ ഈ ഇടതുവശം ഒരുപോലെ ഇരുന്നാൽ വലതുവശത്തെ രണ്ട് കാര്യങ്ങൾ എന്താണ്? വെളിച്ചം സമം സ്നേഹം. ഒരു കണക്കൊക്കെ പഠിപ്പിക്കുന്ന സാറുമാർക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. എ സമം ബി, അടുത്തത് എ സമം സി, അതുകൊണ്ട് ബി സമം സി. കുഞ്ഞുങ്ങൾ പേടിക്കുന്നത്, ഇത് പേടിച്ചാ ഇന്ന് സ്കൂളിൽ പോകാതെ ഇവിടെ വന്നപ്പോ അങ്കിള് ഏതാണ്ട് ഞാൻ പറഞ്ഞ മനസ്സിലായോ? യേശു സമം വെളിച്ചം, യേശു സമം സ്നേഹം. ഇടതുവശം ഒരുപോലാണ്, ഇടതുവശം രണ്ടും എ ആണ്, അതുകൊണ്ട് വലതുവശത്തെ രണ്ടും ഈക്വലാണ്. വെളിച്ചം സമം സ്നേഹം എന്നൊരു ലളിതമായ ഇക്വേഷനിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. അപ്പോ ഈ പുകയുന്ന തിരിയിൽ നിന്ന് എന്തായിരുന്നു പ്രതീക്ഷിച്ചത്? വെളിച്ചമായിരുന്നു പ്രതീക്ഷിച്ചത്, അല്ലെങ്കിൽ സ്നേഹമായിരുന്നു പ്രതീക്ഷിച്ചത്. പക്ഷേ ആ സ്നേഹം വേണ്ടതുപോലെ നൽകാതെ പുകഞ്ഞിരിക്കുകയാണ്. സ്നേഹമില്ലെന്ന് ചോദിച്ചാൽ ചെറിയ ചില തീപ്പൊരി പോലെ ചെറിയ ചില കഷണങ്ങൾ അവിടെ കാണാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ അത് പ്രതീക്ഷിക്കുന്നത് പോലെ വെളിച്ചം നൽകുന്നില്ല, പകരം പുക നൽകുന്നു. പുക ആളുകളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഇതാണ് സംഭവം. അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവര്, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ആ വെളിച്ചം, അത് സ്നേഹമാണെന്ന് നമ്മൾ കണ്ടു. ആ സ്നേഹം എങ്ങനെയുള്ള സ്നേഹമാണ്? ആ സ്നേഹത്തിന് രണ്ട് തലമുണ്ട്. നമുക്കറിയാം, നമ്മൾ വചനത്തോട് തന്നെ നമുക്ക് താരതമ്യം ചെയ്ത് നോക്കാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം നമ്മിലുള്ള ഈ സ്നേഹം, അല്ലെങ്കിൽ ദൈവം പ്രതീക്ഷിക്കുന്ന ഈ വെളിച്ചം ഏത് തരത്തിലാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു വ്യക്തത നൽകുന്ന ഒരു ഭാഗം മർക്കോസിന്റെ സുവിശേഷം 12-ാമത്തെ അധ്യായം, നമുക്ക് വളരെ പരിചിതമായ ഭാഗമാണ്. 28 മുതൽ
അതിന്റെ 33 വരെയുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവിടെ എന്താ പറയുന്നത്? ഒരിക്കല് ശാസ്ത്രിമാരിൽ ഒരുവൻ, ശാസ്ത്രിമാരെന്ന് വെച്ചാൽ അന്നത്തെ കാലത്ത്, കർത്താവിന്റെ കാലത്ത് എന്തായിരുന്നു? ഈ തോറ മുഴുവൻ, അതായത് ഈ പഴയ നിയമത്തിലെ പുസ്തകങ്ങൾ മുഴുവൻ അരച്ചു കലക്കി കുടിച്ച ആളുകളായിരുന്നു ശാസ്ത്രിമാര്. അവര് ശാസ്ത്രിമാര്, ആ കാര്യത്തിൽ എക്സ്പെർട്ടാണ്. അങ്ങനെയുള്ള ഒരു ശാസ്ത്രി, ഈ ദൈവവചനം മുഴുവൻ, പഴയ നിയമം മുഴുവൻ ആ നിലയിൽ അറിയാവുന്ന ശാസ്ത്രി വന്നിട്ട് കർത്താവിനോട് ചോദിക്കുക, കർത്താവെ, എല്ലാറ്റിലും മുഖ്യമായ കൽപ്പന എന്താ? ഒത്തിരി കൽപ്പനയുണ്ടല്ലോ പഴയ നിയമത്തിലൊക്കെ, ഓരോ പുസ്തകത്തിലും എന്തെല്ലാം കൽപ്പനകൾ. ആട്ടെ, നിന്നോട് ഞാൻ ചോദിക്കുക, ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനമായിട്ട് ഏതെങ്കിലും ഒരു കൽപ്പന എന്ന് പറഞ്ഞാൽ അതെന്താ എന്ന് ചോദിക്കുക. ഉടനെ കർത്താവ് ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നില്ല. കർത്താവ് അതിന് വ്യക്തമായ മറുപടി നൽകുക. നമുക്കും ഇന്ന് ആ സംശയമുണ്ടോ? ബൈബിളിൽ ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, ഇതിൽ ഏറ്റവും മുഖ്യമായ കൽപ്പന എന്താ? അങ്ങനെ ഒരു സംശയമുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ സംശയമാണ് 2000 വർഷം മുമ്പ് ആ ശാസ്ത്രി കർത്താവിന്റെ മുൻപാകെ ഉന്നയിച്ചത്. കർത്താവ് എന്തോ ചെയ്യുന്നു? കർത്താവ് അതിന് യേശു 29-ാം വാക്യം, എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. രണ്ടാമത്തേതോ, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ഇവിടെ കണ്ടോ, ഈ ശാസ്ത്രി ചോദിച്ചത് ഏറ്റവും മുഖ്യമായ കൽപ്പന എന്താണ്? കർത്താവ് പറഞ്ഞു സ്നേഹമാണെന്ന് പറഞ്ഞു. ആ സ്നേഹത്തിന് 2 ദിശകളിലേക്ക് അത് തിരിഞ്ഞിരിക്കുക. ഒന്നെന്ന് പറയുന്നത് എന്താ? നിന്റെ ദൈവമായ കർത്താവിനെ, ദൈവത്തോടുള്ള പൂർണ്ണ ഹൃദയത്തോടെയുള്ള, പൂർണ്ണ ആത്മാവോടുള്ള, പൂർണ്ണ മനസ്സോടുള്ള, പൂർണ്ണ ശക്തിയോടുള്ള സ്നേഹം. ദൈവത്തെ ഒന്നാമത് സ്നേഹിക്കുക. ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്താ? ദൈവം നമുക്ക് തന്നിട്ടുള്ള സഹോദരന്മാരെ, അയൽക്കാരെ, നമുക്ക് തന്നിട്ടുള്ള നിലയില് സഹജീവികളെ, അവരെ സ്നേഹിക്കണം. ഈ ഒന്നാമത്തേതിന്റെ തുടർച്ചയും ഭാഗവുമാണ്. ഇത് രണ്ടും കൂടെ ചേർത്തിട്ട് കർത്താവ് അതിന്റെ 31-ാം വാക്യത്തിന്റെ ഒടുവിൽ പറയുന്നു, ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് പറഞ്ഞ് 2ആയിട്ട് പറഞ്ഞതിനെ വീണ്ടും ഒന്നിപ്പിച്ച് കർത്താവ് പറയുക. ചുരുക്കത്തിൽ നമുക്കിങ്ങനെ പറയാം, നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന, തിരിയായിരിക്കുന്ന നമ്മിൽ നിന്ന് ഈ കാലഘട്ടത്തിൽ ചുറ്റുപാടുമുള്ളവർക്ക് പ്രകാശം നൽകാനായിട്ട് ഒരു തിരിയായിട്ട് വെച്ചിരിക്കുന്ന നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വെളിച്ചം എന്താണ്? സ്നേഹമാണ്. ആ സ്നേഹത്തിന് 2 തലങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് ദൈവത്തെ പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ നമ്മൾ സ്നേഹിക്കണം. ഈ ദൈവത്തെ സ്നേഹിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ദൈവം നമുക്ക് തന്ന സഹോദരങ്ങളെയും നമ്മൾ എന്ത് വേണം? സ്നേഹിക്കണം. ഇതാണ് ഏറ്റവും വലിയ കൽപ്പന. ഇതിനേക്കാൾ വലുതായിട്ട് മറ്റൊരു കൽപ്പനയും ഇല്ല എന്ന് കർത്താവ് ഉത്തരം പറഞ്ഞു. ശാസ്ത്രി അത് സമ്മതിക്കുന്നു, അതേ കർത്താവേ എന്ന് സമ്മതിക്കുന്നു. അതിനുശേഷം ആരും കർത്താവിനോടൊന്നും ചോദിപ്പാൻ ധൈര്യപ്പെട്ടില്ല, തുനിഞ്ഞില്ല എന്ന് പറഞ്ഞ് ആ 34-ല് ആ പാരഗ്രാഫ് അവസാനിക്കുക ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്ത് ദൈവം വെച്ചിരിക്കുന്നു. കണ്ടോ, ഒരു തിരി ഒരു മുറിക്കകത്ത് കൊളുത്തി വെച്ചേക്കുന്നത് പോലെ നമ്മളൊരു പ്രത്യേക സ്ഥലത്ത്, നമ്മൾ ഇവിടെയാണ്, കുടമാളൂരാണ് നമ്മുടെ വീടെങ്കിൽ നമ്മൾ അവിടെ തീർച്ചയായിട്ടും നമ്മൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ യാത്ര ചെയ്യും, എന്നാലും വീണ്ടും അവിടെ തന്നെ വരും. നമുക്കൊരു പരിമിതിയുണ്ട്. നമ്മുടെ ബന്ധുക്കള്, നമ്മളെ അറിയാവുന്ന ആളുകൾ, നമ്മുടെ സ്നേഹിതര്, അതൊരു പരിമിതിയാണ്. അത്രയും എടുത്ത, അല്ലാതെ വേറെ ഉഗാണ്ടയിലുള്ള ഒരാൾക്ക് വെളിച്ചം കൊടുക്കാൻ നമുക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് ഒക്കുകയില്ല. അത് ദൈവം നമ്മളെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നില്ല. നമ്മളെ ആക്കി വച്ചിരിക്കുന്നിടത്ത് നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് അവർക്ക് വെളിച്ചം നൽകുക, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അവരുടെ മുമ്പാകെ ദൈവത്തെ യഥാർത്ഥത്തിൽ പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്നതും അതിനെ തുടർന്ന് അതിൻ്റെ ഭാഗമായിട്ട് സഹജീവികളെ സ്നേഹിക്കുന്നതും കാണിച്ചു കൊടുക്കുന്ന ആ വെളിച്ചം പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. അവിടെ നമ്മളെ വെച്ചേക്കുമ്പോൾ
നമ്മൾ അത് ചെയ്യുന്നുണ്ടോ? അതിന് പകരം പുകയാണോ വമിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം. തീർച്ചയായിട്ടും ആ പുക വമിക്കുന്ന തിരിയെ അവിടുന്ന് കെടുത്തിക്കളയുന്നില്ല. പക്ഷേ അത് നമ്മൾ ഒരു ലൈസൻസ് ആയിട്ട് എടുക്കാതെ നമ്മൾ എന്താ ഈ വചനത്തിൽ നിന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് എന്താ? തീർച്ചയായിട്ടും എന്നെ കെടുത്തിക്കളയുകയാണ് ചെയ്യേണ്ടത്. പക്ഷെ കർത്താവ് കെടുത്തിക്കളയാതെ എന്നെ നിലനിർത്തിയിരിക്കുമ്പോൾ ഞാൻ എന്തോ ചെയ്യണം? ഞാന് ഈ പുക മാറ്റി ഈ കരിന്തിരി കത്തുന്ന ഈ സ്വഭാവം മാറ്റി ഞാന് വെളിച്ചം നൽകുന്ന, സ്നേഹം നൽകുന്ന ആ നിലയിൽ, ദൈവം എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന നിലയിൽ ഞാൻ ഈ കാലഘട്ടത്തിൽ എൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ മധ്യത്തിൽ ആയിത്തീരണം എന്നൊരു തീരുമാനമാണ് ഈ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുമ്പോൾ നമ്മിൽ ഉണ്ടാകേണ്ടത്. പ്രിയപ്പെട്ടവര്, പുക തീർച്ചയായിട്ടും നമ്മുടെ ചുറ്റുപാടുമുള്ളവർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ നാഥനായ കർത്താവിനും അത് താല്പര്യമാണോ? കർത്താവിനും താല്പര്യമല്ല. നമ്മുടെ വെളിപ്പാട് പുസ്തകത്തിൽ കർത്താവിനെ ഒരിടത്ത് കാണുന്നുണ്ട്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 2-ാം അധ്യായത്തില് ഒന്നാമത്തെ വാക്യത്തില് ഇതാ കർത്താവായ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചുകൊണ്ട് 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുക. 7 പൊൻനിലവിളക്കുകൾ 7 സഭകളാണെന്ന് പറയാം. അല്ലെങ്കിൽ ഈ നിലയിലുള്ള കർത്താവിനായിട്ട് ജീവിക്കുന്ന നമ്മളെപ്പോലുള്ള ആളുകളാണെന്ന് പറയാം. നമ്മുടെ മധ്യത്തിൽ, സഭയുടെ മധ്യത്തിൽ, ഈ സഭയുടെ മധ്യത്തിൽ കർത്താവ് നടക്കുമ്പോ ഈ സഭയിലെ വിളക്കുകളൊക്കെ, തിരികളൊക്കെ വെളിച്ചം നൽകേണ്ടതിന് പകരം എല്ലാം പുകയുകയാണെങ്കിൽ കർത്താവിന് എന്തോ പറ്റും? ശ്വാസം മുട്ടുകയല്ലേ? കർത്താവിനെ ആ നിലയിൽ ബുദ്ധിമുട്ടിക്കാനാണോ സഹോദര എന്നെയും നിന്നെയും വിളിച്ചേക്കുന്നത്? നമ്മൾ ആ ഒരു കാര്യം ഒന്ന് ഓർക്കുക. കർത്താവ് കെടുത്തിക്കളയുന്നില്ല. പക്ഷേ ഈ പൊൻനിലവിളക്കുകളുടെ നടുവിൽ നടക്കുന്ന കർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ ആ വിളക്കുകളിൽ നിന്ന് പുകയല്ല വരേണ്ടത്. ആ വിളക്കുകളിൽ നിന്ന്, ആ തിരികളിൽ നിന്ന് വെളിച്ചമാണ് വരേണ്ടത്, സ്നേഹമാണ് വരേണ്ടത്. ദൈവത്തോടുള്ള പൂർണ്ണ സ്നേഹം, സഹോദരവൃന്ദത്തോടുള്ള സ്നേഹം, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന കാര്യം നമ്മൾ ഓർക്കണം. കാര്യം കർത്താവ് ഇന്ന് വേറെങ്ങുമല്ല നടക്കുന്നത്. ലോകത്തിൽ വേറെ ഒത്തിരി മിടുക്കരായ ആളുകളുണ്ട്. അവരുടെ ഇടയിലല്ല കർത്താവ് നടക്കുന്നത്. കർത്താവ് എവിടാ നടക്കുന്നത്? തനിക്കായിട്ട് വേർതിരിക്കപ്പെട്ട 7 നിലവിളക്കുകൾ ഉണ്ടെങ്കിൽ അതിൻ്റെ നടുവിൽ ആ കർത്താവ് നടക്കാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തോട് ചേർന്ന്, നമ്മുടെ ജീവിത പരിസരത്ത്, നമ്മുടെ സഭാ പരിസരത്ത് കർത്താവ് നടക്കാൻ താല്പര്യപ്പെട്ടു വരുമ്പോ കർത്താവിനെ ബുദ്ധിമുട്ടിക്കുകയാണോ, ശ്വാസം മുട്ടിക്കുകയാണോ, അതോ കർത്താവിന് വെളിച്ചം കാട്ടുകയാണോ, സ്നേഹം നൽകുകയാണോ നമ്മൾ ചെയ്യുന്നത് എന്ന കാര്യം നമ്മളെ തന്നെ ശോധന ചെയ്യുക. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ കെടുത്തി കളയുന്നില്ല, കർത്താവിന്റെ കരുണ. പക്ഷെ ആ കരുണയെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? മുതലെടുക്കാൻ താല്പര്യപ്പെടുന്നില്ല, അതിനെ മുതലെടുക്കുന്നില്ല. മറിച്ച് നമ്മൾ എന്തോ ചെയ്യാൻ ആഗ്രഹിക്കുന്നു? കർത്താവേ, എൻ്റെ ഈ കരിന്തിരി മാറ്റണം, കരിന്തിരി മാറ്റി ഞാൻ ശരിയായിട്ടുള്ള ഒരു വെളിച്ചം നൽകത്തക്ക ഒരവസ്ഥയിൽ എന്നെ കൊണ്ടുവരണേ എന്ന് നമ്മളെ കർത്താവിനോട് പ്രാർത്ഥിക്കണം. കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്തോ ചെയ്യും? കർത്താവ് നമ്മുടെ കരിന്തിരി മുറിച്ച് മാറ്റി എണ്ണ പകർന്ന്, ആ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ പകർന്ന് നമ്മള് ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ തന്നെ കത്തിശോഭിക്കാൻ, പ്രശോഭിക്കാൻ കർത്താവ് ഇടയാക്കും. ഞാൻ പറഞ്ഞത് വ്യക്തമായോ? നമ്മള് കരിന്തിരി കത്തുകയാണ്, ശരിയാണ്. വേണ്ടതുപോലെ കർത്താവിനോടുള്ള സ്നേഹമില്ല, മറ്റുള്ളവരോടുള്ള സ്നേഹമില്ല, പുക വമിക്കുകയാണ്. പക്ഷെ അതിൽ തൃപ്തിപ്പെട്ടിരിക്കാതെ കർത്താവേ നീ എൻ്റെ ഈ കരിന്തിരിയുള്ള ആ ഭാഗം അവിടം ഒന്ന് മുറിച്ചു മാറ്റുക എന്ന് പറയുമ്പോൾ ഒരു അനുതാപത്തോടെ നമ്മൾ അങ്ങോട്ട് ചെല്ലുകയാണ്. കണ്ടോ, ആ തിരിയുടെ തന്നെ കരിന്തിരി കത്തുന്ന ഭാഗം ആ യജമാനൻ മുറിച്ചു മാറ്റാൻ ആ തിരി തന്നെ യജമാനന്റെ കൈകളിൽ സമർപ്പിക്കുമ്പോ
ആ തിരി മുറിച്ചു മാറ്റുമ്പോ, കരിന്തിരിയുള്ള ഭാഗം മുറിച്ചു മാറ്റുമ്പോ അവിടെ എന്താ? അതൊരു അനുതാപത്തെയാ കാണിക്കുന്നത്, അനുതാപത്തെയാ കാണിക്കുന്നത്. നമ്മൾ അനുതാപത്തോടെ ദൈവത്തിന്റെ അടുക്കൽ ചെന്നാൽ ദൈവം എന്തോ ചെയ്യും? ദൈവം ആ അവിടെ ആ കരിന്തിരിയുള്ള ഭാഗം മാറ്റി ആ ഭാഗത്ത് എണ്ണ പകർന്ന് നമ്മിലുള്ള ആ കൊച്ചു വെളിച്ചം കൂടുതൽ എണ്ണയില് പ്രശോഭിച്ച് ആ നിലയിൽ അനേകർക്ക് വെളിച്ചമായി തീരാൻ ദൈവം സഹായിക്കും. ഈ കാര്യത്തെക്കുറിച്ച് നമ്മൾ റോമർക്കെഴുതിയ ലേഖനത്തിൽ കാണുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനത്തില് നമ്മൾ ഈ പറഞ്ഞ ഭാഗങ്ങള് മനസ്സിൽ വെച്ചുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം ഒന്ന് നോക്കുക. 5-ാമത്തെ വാക്യം, റോമർക്കെഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യം, അതിന്റെ 2-ാമത്തെ ഭാഗം. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല, അത് കഴിഞ്ഞിട്ടുള്ള ഭാഗം. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നല്ലോ. ഓ, നമ്മൾ പറഞ്ഞു നമ്മുടെ വെളിച്ചം എന്ന് പറയുന്നത് സ്നേഹമാണെന്ന് പറഞ്ഞു. ഈ സ്നേഹം നമ്മിൽ നിന്ന് ദൈവം ആഗ്രഹിക്കത്തക്ക നിലയിൽ ദൈവത്തോടും മറ്റു മനുഷ്യരോടും വരണമെങ്കിൽ ആ സ്നേഹം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമോ? ഇല്ല, നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുകയില്ല. ഇന്നു മുതൽ ഞാൻ ദൈവത്തെ പൂർണ്ണ ശക്തിയോടെ അങ്ങ് സ്നേഹിക്കാൻ പോവുക, എൻ്റെ അടുത്തിരിക്കുന്ന ആളിനെ അങ്ങ് സ്നേഹിക്കാൻ പോവുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലൊന്നും നമ്മിൽ നിന്ന് സ്നേഹം ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കഴിയുകയില്ല. നമുക്ക് എവിടുന്ന സ്നേഹമുള്ളത്? സ്നേഹം സ്നേഹത്തെ വിളിക്കുന്നു. നമ്മൾ സാധാരണ പറയുന്ന സങ്കീർത്തനത്തിലെ ഒരു വാക്യമാണല്ലോ, ആഴി ആഴിയെ വിളിക്കുന്നു. ആഴം, ഡീപ് കോളത്ത് ഡീപ്, ആ ആഴം ആഴത്തെ വിളിക്കുന്നു. ദൈവം നമുക്ക് വേണ്ടി കാണിച്ച ആ സ്നേഹം, കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ചൊരിഞ്ഞ ആ സ്നേഹം, അതിന്റെ ആഴത്തെ കാണുമ്പോഴാണ് നമുക്ക് എന്തോ ചെയ്യാൻ ഒക്കുന്നത്? നമ്മുടെ ഹൃദയത്തിൽ സ്നേഹം വരുന്നത്. കർത്താവിനോടുള്ള സ്നേഹവും കർത്താവ് ആവശ്യപ്പെട്ടതനുസരിച്ച് സഹജീവികളോടുള്ള സ്നേഹവും ഒക്കെ ആരംഭിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്നാണ്. ഇവിടെ ഇതാ 5-ന്റെ 5-ാമത്തെ വാക്യം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം, ഈ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ. ഞാൻ നേരത്തെ പറഞ്ഞു, എണ്ണ ആ തിരിയിൽ പകരും. ആ കരിന്തിരി കത്തുന്ന ആ ഭാഗം മാറ്റിയിട്ട് അവിടെ ആ എണ്ണ വെക്കുമ്പോൾ ആ എണ്ണ എന്ത് ചെയ്യും? ആ എണ്ണയിൽ നിന്ന് വെളിച്ചം കൂടുതൽ പ്രശോഭിച്ചു വരും എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഇതാ ആ കാര്യമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ എന്ന് പറയുമ്പോൾ നമ്മളെ കരിന്തിരി കത്തിക്കൊണ്ടിരുന്ന നമ്മളെ വീണ്ടും വെളിച്ചമുള്ളവരാക്കി തീർക്കുന്ന, നമ്മൾ പറഞ്ഞു വെളിച്ചം എന്ന് പറയുന്ന സ്നേഹമാണ്. ആ സ്നേഹം നമുക്ക് തരുന്ന ആ നിലയില് ദൈവം അത് ചെയ്യും. നമ്മുടെ ഭാഗത്ത് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ഭാഗത്ത് നമ്മൾ ചെയ്യേണ്ടത്, കർത്താവേ, ഞാൻ കരിന്തിരി കത്തുകയാണ്, ഞാൻ നിന്റെ പ്രതീക്ഷയ്ക്കൊപ്പമായിട്ടില്ല എന്നുള്ളത് സമ്മതിച്ച് നമ്മൾ അവന്റെ അടുത്തേക്ക് അനുതാപത്തോടെ വരികയാണ് വേണ്ടത്. ഓ, അങ്ങനെ ചെയ്യുമ്പോ കർത്താവ് ആ കരിന്തിരിയുള്ള ഭാഗം മുറിച്ചു മാറ്റി എണ്ണ പകർന്ന്, ആ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിലൂടെയുള്ള സ്നേഹം വീണ്ടും നമുക്ക് തരും. ഇതാണ് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തി. പ്രിയപ്പെട്ടവരെ, ഈ പ്രവൃത്തിക്കായിട്ട് നമ്മൾ ദൈവത്തിന്റെ അടുത്ത് വരുന്നത് ഏതടിസ്ഥാനത്തിലാ? ഓ, കരിന്തിരി കത്തിക്കൊണ്ടിരുന്ന എന്നെ ദൈവം എന്ത് ചെയ്തില്ല? എന്നെ കെടുത്തിക്കളഞ്ഞില്ല. ആ ഒരു നന്ദി ഉള്ളപ്പോഴാണ് നമുക്ക് നമ്മുടെ യഥാർത്ഥ അവസ്ഥ സമ്മതിച്ച് കർത്താവിന്റെ അടുത്തേക്ക് ചെല്ലാനായിട്ട് കഴിയുന്നത്. നമ്മൾ അങ്ങനെ ഇന്ന് ഈ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചെല്ലാനായിട്ട് കഴിയുമോ? അങ്ങനെ ചെല്ലുമ്പോ കണ്ടോ, ഇത് പലതും നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കുന്നതല്ല. 5-ന്റെ 5-ാമത്തെ വാക്യം, റോമർ 5-ന്റെ 5, പരിശുദ്ധാത്മാവിനാൽ ഈ സ്നേഹം. അപ്പൊ ഹോളി സ്പിരിറ്റ് നമ്മളെ കൊണ്ട് ചെയ്യാൻ ഒക്കാത്ത ഒരു കാര്യം ആ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവം ചെയ്യും.
പരിശുദ്ധാത്മാവിന്റെ ഒരു സ്പർശ്യത നമ്മുടെ ഹൃദയത്തിൽ കൂടുതൽ ഉണ്ടാകും. അത് തരുന്ന ആ വെളിച്ചം, ആ വെളിച്ചത്തിന്റെ ഭാഗമായിട്ടുള്ള ചൂട് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകും. നമ്മൾ ചിലര് വിചാരിക്കുകയല്ലോ, ഞാൻ വന്ന് വെറുതെ അവിടെ വന്നിരിക്കുക, തണുത്തിരിക്കുക. കുറച്ച് കഴിയുമ്പോൾ ഉറക്കവും വരും. തണുത്ത് ഉറക്കവും വന്ന് ആകെപ്പാടെ ഉള്ളിൽ ഒരു ചൂടില്ല. പണ്ടൊക്കെ വചനം കേൾക്കുമ്പോൾ ഉള്ളിൽ ഒരു ചൂടുണ്ടായിരുന്നു. ഇപ്പൊ ചൂടുമില്ല. വെളിച്ചമുണ്ടെങ്കിൽ അതിനോട് ചേർന്ന് എന്തുണ്ട്? ചൂടുണ്ട്. ദൈവമേ, എൻ്റെ ഹൃദയത്തിൽ ഇതൊന്നും കേട്ടിട്ടും എനിക്കൊരു തണുപ്പും ക്ഷീണവും ആ നിലയില് ഒരു ചൂടില്ലായ്മയും മാത്രമാണല്ലോ എനിക്കുള്ളത് എന്ന് കരുതുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിൻ്റെ അടുത്തേക്ക് തന്നെ ചെല്ലുക, കർത്താവിനോട് തന്നെ പറയുക. കർത്താവ് എന്ത് ചെയ്യും? കർത്താവ് പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ ആ വെളിച്ചം പകരും, ആ ചൂട് പകരും. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ കുറിച്ച് നമ്മൾ ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഒരു രംഗം വായിക്കുന്നുണ്ടല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം 24 അധ്യായത്തിലാണ് നമ്മൾ ആ സംഭവം വായിക്കുന്നത്. എന്താ? കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് കർത്താവ് താന് എന്താ എമ്മൗസിലേക്ക് അതിന്റെ 13 മുതലുള്ള വാക്യങ്ങൾ അത് മുഴുവൻ വായിക്കേണ്ട, നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാം. രണ്ട് ശിഷ്യന്മാരെ ഇവിടെ നിന്ന് എങ്ങോട്ട് പോവുകയായിരുന്നു? യെരുശലേമിൽ നിന്ന് എമ്മൗസിലേക്ക് പോവുകയായിരുന്നു. എമ്മൗസിലേക്ക് പോകുമ്പോൾ കർത്താവ് ഒരു വഴിപോക്കനെ പോലെ അവരുടെ കൂടെ കൂടി. ഏത് കർത്താവ്? ഉയർത്തെഴുന്നേറ്റ കർത്താവ്. ഈ രണ്ട് ശിഷ്യന്മാര് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് ഈ സ്ത്രീകളൊക്കെ വന്ന് പറഞ്ഞിട്ടും അവർ വേണ്ടതുപോലെ വിശ്വസിക്കാതെ അവര് വാടിയ മുഖമുള്ളവരും കണ്ണ് നിരോധിക്കപ്പെട്ടവരും, അവരെ കുറിച്ച് നോക്കുക. അതൊക്കെ അവിടെ പറയുന്നുണ്ട്. അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. 17 വാക്യത്തിന്റെ തുടക്കം, 17 വാക്യത്തിന്റെ അവസാനം വാടിയ മുഖത്തോടെ നിന്നു. അത് മാത്രമല്ല, 17 വാക്യത്തിൽ അവര് തമ്മിൽ വാദമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുക. ഇവിടെ കർത്താവ് അങ്ങനെ ഉയർത്തെഴുന്നേക്കാനൊക്കൂ, അങ്ങനെ എവിടാ പറഞ്ഞേക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് തർക്കവും വാദവും. കണ്ടോ? യഥാർത്ഥത്തിലുള്ള ഒരു അനുഭവത്തിലേക്ക് വരാതെ ഒരു തിരി പുകയുന്ന പോലെ ഈ ശിഷ്യന്മാരിൽ നിന്ന് ഇതല്ല പ്രതീക്ഷിച്ചത്. ആ സ്ത്രീകൾ വന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന് പറഞ്ഞപ്പോ അത് പോയി കണ്ട മറ്റു ശിഷ്യന്മാരും അത് ശരിവെച്ചപ്പോ അവര് കൂടുതൽ ധൈര്യവും സന്തോഷവും ഉള്ളവരായി തീരേണ്ടതിന് പകരം അവരങ്ങോട്ടും ഇങ്ങോട്ടും ഉഗ്രവാദമാണ്. അവരുടെ വാടിയ മുഖമാണ്, മുഖം വാടിയിരിക്കുകയാണ്. കണ്ണ് കൂടെ നടക്കുന്ന കർത്താവിനെ തിരിച്ചറിയാൻ ഒക്കാതെ വണ്ണം കണ്ണും മങ്ങിപ്പോയിരിക്കുകയാണ്. ആകപ്പാടെ കരിന്തിരി കത്തിയ ഒരു രീതി. പക്ഷെ കർത്താവ് എന്തോ ചെയ്തില്ല, കർത്താവ് അവരെ വിട്ടുകളഞ്ഞില്ല. നിങ്ങൾ 13 മുതൽ ലൂക്കോസ് 24:13 മുതൽ അതിന്റെ 35 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരോട് കർത്താവ് ചെയ്ത കാര്യം വ്യക്തമാകും. യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുണ്ട്. ഈ 7 നാഴിക ഇവർ നടക്കുക. കർത്താവ് കൂടെ നടന്ന് ഇവരുടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ചിലർ വന്ന് പറഞ്ഞു. അത് കേട്ട് ഞങ്ങൾ ആകെപ്പാടെ വിഷമിച്ചു, ഞങ്ങൾ ഭ്രമിച്ചു എന്നെല്ലാം പറഞ്ഞപ്പോ യേശു എന്തോ ചെയ്യുന്നു? അതിന്റെ 25 വാക്യം, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന മുഴുവനും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. കേട്ടോ, അവരെ വിളിച്ചേക്കുന്ന കേട്ടോ. ഉള്ള കാര്യം, നിങ്ങൾ പുക കത്തുകയാണ്, കരിന്തിരി കത്തുകയാണെന്നുള്ളത് കർത്താവ് തീർത്ത് പറഞ്ഞിരിക്കുക. ബുദ്ധിഹീനരെ, എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ എന്ന് വിളിക്കുമ്പോ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല നിങ്ങളിൽ നിന്ന് വരുന്നത് എന്ന് കർത്താവ് പറയുകയാണ്. കർത്താവ് പറഞ്ഞിട്ട് എന്തോ ചെയ്യുന്നു? കർത്താവ് ക്രിസ്തു കഷ്ടമനുഭവിക്കുന്നതും അവസാനം മരിക്കുന്നതും 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുന്നതും സംബന്ധിച്ച് പ്രവചനങ്ങളിൽ പറഞ്ഞിട്ടുള്ള പോർഷനുകളൊക്കെ കർത്താവ് ഉദ്ധരിച്ച് ഇവരോട് സംസാരിക്കുന്നു. ഇവര് കർത്താവിനെ അവിടെ ഗ്രാമത്തോടടുത്തപ്പോൾ കർത്താവ് പോകുന്ന ഭാവം കാണിച്ചു. അവര് കർത്താവിനെ നിർബന്ധിച്ചു. കർത്താവ് അവിടെ ഇരുന്നു.
അവസാനം ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കർത്താവ് ഭക്ഷണത്തിനിരുന്നപ്പോ അവരെ കർത്താവിനെ തിരിച്ചറിഞ്ഞു, അവരുടെ കണ്ണ് തുറന്നു. അപ്പോഴേക്കും കർത്താവ് അപ്രത്യക്ഷനായി കഴിഞ്ഞിരുന്നു എന്നാണ് നമ്മൾ അവിടെ വായിക്കുന്നത്. ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 32-ാമത്തെ വാക്യമാണ്. കർത്താവ് അവർക്ക് അപ്രത്യക്ഷനായി കഴിഞ്ഞപ്പോ അവര് തമ്മിൽ സംസാരിക്കുക. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച് തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. കണ്ടോ എങ്ങനെയാ കത്തുന്നത്? കത്തുന്നത് വെളിച്ചമുണ്ടേലേ കത്തുള്ളൂ. കരിന്തിരി ഉണ്ടെങ്കിൽ ആ നിലയിൽ ഉള്ളതില് വേണ്ട ചൂട് വരികയില്ല. എന്നാൽ ഇപ്പൊ കരിന്തിരി മാറി, അവർക്ക് വീണ്ടും ഉത്സാഹം വന്നു, വീണ്ടും അവർക്ക് പ്രത്യാശ വന്നു. കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്ന സത്യം അവർ അംഗീകരിച്ചു. വിശ്വാസത്തോടെ അവർ വന്നപ്പോ അവരുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവ് ആ നിലയില് വലിയ വിശ്വാസം പകരുകയും വലിയ സ്നേഹം പകരുകയും ഒക്കെ ചെയ്തപ്പോ അവരുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഹൃദയത്തിലെ ആ തണുപ്പ് മാറണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ആ കരിന്തിരി മാറി അവിടെ ഒരു കത്തലുണ്ടാകണം. ഈ കത്തലുണ്ടായതിനെ തുടർന്ന് അവർക്ക് എന്ത് പറ്റി? അവരുടനെ തന്നെ എഴുന്നേറ്റ് ആ നാഴികയിൽ തന്നെ 7 നാഴിക തിരിച്ച് നടന്ന് യെരുശലേമിൽ ചെന്ന് അവിടെ ഉള്ളവരോട് പറഞ്ഞു, കർത്താവ് വാസ്തവമായിട്ട് ഉയർത്തെഴുന്നേറ്റു, ഞങ്ങൾക്ക് പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ് അവര് കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് സാക്ഷികളായി തീരുകയാണ്. നേരത്തെ എങ്ങനെയായിരുന്നു? വാടിയ മുഖമുള്ളവർ, കണ്ണ് നിരോധിച്ചവർ, ആ നിലയില് ഉഗ്രവാദമുള്ളവർ, കരിന്തിരി. പക്ഷെ ഇപ്പൊ ധൈര്യമായി, ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നു, തിരിച്ചു പോകാം. അവിടെ യെരുശലേമിൽ അതാ പല ശിഷ്യന്മാരും ഇതിനെക്കുറിച്ച് ഒരു വ്യക്തത ഇല്ലാതിരിക്കുന്നു. നമുക്ക് അവിടെ ചെന്ന് പറയാം, ഈ ഇത്രയും 7 നാഴിക ഇങ്ങോട്ട് നടന്നു, ഉടനെ തന്നെ തിരിച്ചു നടക്കണം. ഇനി ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ എങ്ങാനും അവിടോട്ട് പോകാം. അങ്ങനല്ല, ഇപ്പൊ തന്നെ പോണം. ഈ ധൈര്യം, ഈ ഉറപ്പ്, ഈ ഒരു ഉത്സാഹം എവിടെ നിന്നാ ലഭിച്ചത്? തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ കർത്താവിന്റെ വാക്കുകളിലൂടെ അത് ആ നിലയില് ഹൃദയം കത്തിക്കൊണ്ടിരുന്നു, വെളിച്ചം വന്നു. അതിന്റെ ഫലമായിട്ട് അവർ തിരിച്ചു പോവുകയും കർത്താവിന്റെ സാക്ഷികളാകുകയും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ വന്നത്, നമ്മുടെ ജീവിതത്തിലും ഈ നിലയിലുള്ള തണുപ്പുണ്ടെങ്കിൽ അത് മാറും. നമ്മുടെ ജീവിതത്തിലും ആ നിലയിലുള്ള കരിന്തിരി കത്തുന്നുണ്ടെങ്കിൽ, മറ്റുള്ളവരോടും കർത്താവിനോടും വേണ്ട സ്നേഹമില്ലെങ്കിൽ അത് മാറും. എന്ത് ചെയ്താൽ മതി? കർത്താവിനോട് പറഞ്ഞാൽ മതി. കർത്താവിനോട് പറഞ്ഞാൽ അവിടുന്ന് ആ നിലയിലെ കരിന്തിരിയുള്ള ഭാഗം മുറിച്ചു മാറ്റി എണ്ണ പകർന്ന്, ആ എണ്ണ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. ആ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ഹൃദയങ്ങളിൽ വരുന്ന പകരുന്ന ദൈവസ്നേഹമാണെന്ന് റോമർ 5:5 വായിക്കുമ്പോ അവർക്കൊരിക്കൽ നഷ്ടപ്പെട്ട ആ സ്നേഹം അത് പരിശുദ്ധാത്മാവ് കൊടുത്തു. വെളിച്ചം വീണ്ടും അവരുടെ ഹൃദയത്തിൽ വന്നു, അവരുടെ ഹൃദയം വീണ്ടും ചൂട് പിടിച്ചു എന്നെല്ലാമാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കർത്താവിനോട് ചോദിക്കാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു സ്ഥലത്തൊരു വിളക്കായിട്ട് നമ്മളെ വെച്ചേക്കുമ്പോൾ നമ്മിൽ നിന്ന് എന്താ പ്രതീക്ഷിക്കുന്നത്? നമ്മൾ ഈ കരിന്തിരി എന്നൊക്കെ പറഞ്ഞത് ഏതുമായിട്ടുള്ള ബന്ധത്തിലാ? യേശു ഇസ്രായേൽ മക്കളോട്, യഹൂദന്മാരോട് ഈ കാര്യം പറയുമ്പം അവർക്ക് വളരെ വ്യക്തമായിരുന്നു. അവർ ഈ തിരി കത്തുന്നതൊക്കെ എവിടെ കണ്ടിട്ടുണ്ട്? അവരുടെ ദേവാലയത്തിൽ കണ്ടിട്ടുണ്ട്. ദേവാലയത്തിൽ എന്ത് വേണം? വിളക്കെപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം, തിരി എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. ഇതാണ് ദൈവം അവർക്ക് കൊടുത്തിരുന്ന ആ നിലയിലുള്ള കൽപ്പന. നമുക്ക് പഴയ നിയമത്തിൽ നിന്ന് ലേവ്യ പുസ്തകത്തില് 24-ാമത്തെ അധ്യായത്തില് ഈ ദേവാലയത്തിലെ തിരി കത്തുന്നതും നിലവിളക്കിലെ എണ്ണ പകരുന്നതിനെ കുറിച്ചും ഒക്കെ പറയുന്ന ഭാഗമുണ്ടല്ലോ. 24-1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ. ലേവ്യ പുസ്തകം 24-1 മുതൽ 4 വരെയുള്ള ഭാഗങ്ങൾ.
യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത് എന്തെന്നാൽ, മോശയോട് പറയുക, എന്താ പറയുന്നത്? ദീപങ്ങൾ നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന്. കണ്ടോ, നമ്മളാണ് ദീപങ്ങൾ. നമ്മളെക്കുറിച്ച് ദൈവം പ്രതീക്ഷിക്കുന്നത് എന്താ? നിത്യം കത്തിക്കൊണ്ടിരിക്കണം. ഇതിൻ്റെ അകത്ത് വായിക്കുന്ന ഓരോ ഭാഗവും നമ്മളോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുക. നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ നിലവിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കുക. ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഓ, പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നതാണ്. ആ എണ്ണ, അത് കണ്ടോ, അത് ഇടിച്ചെടുത്തതാണ്. വെറുതെ അത് കിട്ടുന്നതല്ല, വെറുതെ കിട്ടുന്നതല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിശുദ്ധാത്മാവ് തരുന്ന സ്നേഹം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഭാഗത്ത് നമ്മുടെ കുറവുകൾ സമ്മതിച്ച് നമ്മളെ തന്നെ സമർപ്പിക്കണം. നേരത്തെ ആ കരിന്തിരി മുറിച്ചു മാറ്റാൻ എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പം അത് അനുതാപത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ എന്ന് പറയുന്ന ആ കാര്യം തീർച്ചയായിട്ടും ഒലിവ് കായ്കള് ഇടിച്ചെടുക്കുമ്പം ഒലിവ് കായ്ക്ക് വലിയ സന്തോഷം തോന്നുകയില്ല. കാരണം അതിനെ ഇടിച്ചെടുക്കുകയാണ്. നമ്മളും നമ്മുടെ കുറവുകൾ കണ്ട് അതിനെ സമർപ്പിച്ച് ആ നിലയില് ദൈവത്തോട് ചോദിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒലിവെണ്ണ ലഭിക്കുന്നത്, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ലഭിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെതായ ആ നിലയിലുള്ള സ്നേഹം നമുക്ക് ലഭിക്കുന്നത്. ഞാൻ പറഞ്ഞത്, വെറുതെ നമ്മൾ പോയി കർത്താവെ എൻ്റെ സ്നേഹം പോയി, സ്നേഹം തരണേ എന്ന് മാത്രമല്ല, കർത്താവെ ഈ അവസ്ഥയ്ക്ക് ഞാനാണ് ഉത്തരവാദി, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. ഇതൊക്കെ എത്ര വേണമെങ്കിലും നമുക്ക് പറയാം. സമയം കടന്നു പോകുന്നതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറയുക, നിങ്ങൾ ചിന്തിക്കാമല്ലോ. എന്നിട്ട് ഇതെന്ത് വേണം? ഈ ഒലിവെണ്ണ നിന്റെ അടുക്കൽ കൊണ്ടുവരണമെന്ന് അവരോട് കൽപ്പിക്കാം, മോശയോട് പറയാം. സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിന്റെ തിരശീലയ്ക്ക് പുറത്ത് വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തേണ്ടതിന് അഹരോൻ അത് യഹോവയുടെ സന്നിധിയിൽ നിത്യം ഒരുക്കി വെക്കണം. ഇത് തലമുറ തലമുറയായി നിങ്ങൾക്ക് എന്നേക്കുമുള്ള ചട്ടം ആകുന്നു. കണ്ടോ, ഈ തിരി എപ്പം വരെ കത്തണം? വൈകുന്നേരം മുതൽ, സന്ധ്യയാകുമ്പോൾ മുതൽ, രാത്രി തുടങ്ങുമ്പോൾ മുതൽ രാവിലെ വരെ കത്തണം. രാവിലെ വരെ കത്തണം എന്ന് വെച്ചാൽ നമ്മളോടുള്ള ബന്ധത്തിൽ നമ്മൾ എന്താ പറയുന്നത്? ഈ 2024-25 മാർച്ച് മാസത്തിൽ ഞാൻ ശോഭിച്ചാൽ മതി എന്നാണോ? അല്ല അല്ല അല്ല, വെളുക്കുന്നത് വരെ. എപ്പോഴാ വെളുക്കുന്നത്? കർത്താവിന്റെ രണ്ടാമത്തെ വരവിലാണ്. കർത്താവ് തേജസ്സോടെ വരുമ്പോഴാണ് ഉദിക്കുന്നത്, സൂര്യൻ ഉദിക്കുന്നത്. ഇപ്പോൾ രാത്രിയാണ്. ഈ രാത്രി മാറിപ്പോയി കർത്താവ് വരുന്നത് വരെ നമ്മളാകുന്ന തിരി എന്ത് ചെയ്യണം? ഇവിടെ അങ്ങനെയാ വായിക്കുന്നത്. വൈകുന്നേരം മുതൽ രാവിലെ വരെ കത്തണം. രാവിലെ വരെ കത്തണം. കുറച്ച് കഴിയുമ്പം കരിന്തിരി കത്താം എന്നൊരു അലവൻസ് ഇല്ല. രാവിലെ വരെ കത്തണം. ആ രാവിലെ വരെ കത്താനുള്ള എണ്ണ തുടർച്ചയായിട്ട് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ച് ആ എണ്ണ, ആ പരിശുദ്ധാത്മാവിലുള്ള സ്നേഹം, ദൈവത്തോട് സഹവിശ്വാസികളോടുമുള്ള സ്നേഹം, ആ എണ്ണ നമ്മൾ തുടർച്ചയായിട്ട് വെളുക്കുന്നത് വരെ നമുക്ക് വേണം. വെളുക്കുന്നത് വരെ വേണം. ഞാൻ ഇത് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഈ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ ഉള്ള വേറൊരു രസകരമായ ഒരു രംഗത്തെക്കുറിച്ച് ഈ 1 ശമൂവേലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ശമൂവേൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. 1 ശമൂവേൽ 3-ാം അധ്യായം എടുക്കുക. അപ്പൊ നമ്മളിപ്പോ വായിച്ചത് എന്താ? ഇപ്പൊ ലേവ്യ പുസ്തകത്തിൽ വായിച്ചത് ഈ വിളക്ക് എപ്പ വരെ കത്തിക്കൊണ്ടിരിക്കണം? വെളുക്കുന്നത് വരെ, സൂര്യൻ ഉദിക്കുന്നവരെ, കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ, അല്ലെങ്കിൽ നമ്മുടെ മരണം വരെ ഇത് കത്തിക്കൊണ്ടിരിക്കണം. അല്ലാതെ കുറച്ച് കഴിയുമ്പോൾ ആ വെളിച്ചം വേണ്ട എന്നില്ല. ഈ ലേവ്യ പുസ്തകത്തിൽ ഈ പറഞ്ഞ കാര്യം പഴയ നിയമത്തിൽ പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. പുറപ്പാട് പുസ്തകം 27-ന്റെ 20-21 വാക്യങ്ങൾ നോക്കുക. പുറപ്പാട് 27-ന്റെ 20-21 വാക്യങ്ങളിലും
ഇതേ കാര്യം തന്നെ നമുക്ക് കാണാൻ കഴിയും. അവിടെയും പറയുന്നത് വെളുക്കുന്നത് വരെ ഇത് കത്തണം. ഇത് എന്താ? നിങ്ങൾക്ക് തൽക്കാലം തരുന്ന ഒരു പ്രമാണമല്ല, തലമുറ തലമുറയായിട്ട് എന്നേക്കുമുള്ള ഒരു പ്രമാണമാണ് ഇതെന്നാണ് അവിടെയും പറയുന്നത്, അല്ലേ? പുറപ്പാട് പുസ്തകം 27-ാമത്തെ അധ്യായത്തിന്റെ 20-21 വാക്യങ്ങള് നോക്കുക. വിളക്ക് നിരന്തരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിനെ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ. ഇവിടെയും ഒലിവെണ്ണയെ കുറിച്ച് പറയുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അത് കൊണ്ടുവരണം. അതിന്റെ 21-ാം വാക്യം, വൈകുന്നേരം മുതൽ പ്രഭാതം വരെ യഹോവയുടെ മുമ്പാകെ ഇത് കത്തണം. എന്നിട്ട് അതിന്റെ അവസാനം പറയുന്നു, ഇത് ഇസ്രായേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. കണ്ടോ? ആ നിലയിലാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇവിടെ 1 ശമൂവേൽ 3-ാം അധ്യായത്തില് ഏലി പ്രവാചകന്റെ കാലം വന്നപ്പോ, ഏലി പ്രവാചകൻ എന്ന് പറയുമ്പോൾ ഏലി പ്രവാചകനെ അല്ല നമ്മൾ ഓർക്കുന്നത്. ഏലി പ്രവാചകന്റെ 2 അരുമ മക്കളുണ്ടല്ലോ, ഒഫ്നി, ഫിനഹാസ്, 2 അരുമക്കിടാങ്ങൾ. അവരെയൊക്കെയാണ് നമ്മൾ ഓർക്കുന്നത്. ഇവരെന്താ ചെയ്തുകൊണ്ടിരുന്നത്? ഇവര് അവിടെ യാഗത്തിന് കൊണ്ടുവരുന്ന ആ മേധസ് ഉള്ളത് മുഴുവനും കത്തിത്തീരാൻ സമ്മതിക്കുകയില്ല. പകുതിയാകുമ്പോൾ അവർ മുപ്പല്ലിയൊക്കെ ആയിട്ട് വന്നിട്ട് ബാക്കി ഇറച്ചി ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് പോകും. ഒരു സ്ഥാനത്ത് അവരെ ആക്കിയിരിക്കുമ്പോൾ അവിടുന്ന് എങ്ങനെ പ്രയോജനം ഉണ്ടാക്കാമെന്നാണ് അവർ നോക്കുന്നത്. അല്ലാതെ ദൈവത്തിന്റെ പ്രമാണം കൃത്യമായിട്ട് ചെയ്യണമെന്നല്ല അവരുടെ താല്പര്യം. അതിൽ നിന്ന് അവർക്ക് നേട്ടമുണ്ടാകുക എന്ന് പറഞ്ഞതുപോലെ അവരുടെ കാലത്ത് എന്തായിരുന്നു? അവരുടെ കാലത്തും ദൈവത്തിന്റെ പ്രമാണത്തിന് മാറ്റമില്ല. വെളുക്കുന്നത് വരെ തിരി കത്തണമായിരുന്നു. പക്ഷെ അവരുടെ കാലത്ത് എങ്ങനെയാണ്? 3-ാം അധ്യായം 1 ശമൂവേൽ 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം നോക്കുക. ശമൂവേൽ ഏതാ? ശമൂവേൽ ബാലന. ദൈവത്തിന്റെ പെട്ടകം ഇരിക്കുന്ന യഹോവയുടെ മന്ദിരത്തിൽ ദൈവത്തിന്റെ വിളക്ക് കെടുന്നതിന് മുമ്പേ ചെന്ന് കടന്നു. നിനക്ക് മനസ്സിലായോ? ദൈവത്തിന്റെ മന്ദിരം, അവിടെയുള്ള വിളക്ക് എപ്പോ വരെ കത്തണം? രാവിലെ വരെ കത്തണം, പ്രഭാതം വരെ. ലേവ്യ പുസ്തകം 24-ൽ നിന്നും പുറപ്പാട് 27-ൽ നിന്നും നമ്മൾ അത് കണ്ടു. എപ്പോ വരെ കത്തണം? വെളുക്കുന്നത് വരെ ഈ വിളക്ക് കത്തണം. പക്ഷേ ഏലി പുരോഹിതന്റെ കാലത്ത്, അല്ലെങ്കിൽ ഹൊഫ്നി ഫിനഹാസിന്റെ കാലത്ത് എത്ര നേരമേ വിളക്ക് കത്തുള്ളൂ? നേരെ സന്ധ്യയായി ഒരു ഇച്ചിരി 7-7:30 മണിയാകുമ്പോൾ, അല്ലെങ്കിൽ 8 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഈ വിളക്കിന്റെ പ്രകാശം തീർന്ന് അത് കെട്ടുപോകും. അതുകൊണ്ട് ഈ ശമൂവേൽ എന്ന് പറയുന്ന ബാലൻ എന്തോ ചെയ്യും? ഈ വിളക്ക് കെടുന്നതിന് മുമ്പേ അവൻ പോയി കിടക്കും. കാര്യം 8 മണി 9 മണി ആയി കഴിഞ്ഞാൽ വിളക്ക് കെട്ടുപോകും. ഈ വിളക്ക് 9 മണിക്ക് കിടണമെന്നാണോ വെച്ചേക്കുന്നത്? അല്ല, രാവിലെ വരെ, പ്രഭാതം വരെ കത്തണം. പക്ഷെ പ്രഭാതം വരെ എന്തുകൊണ്ട് ഈ വിളക്ക് കത്തുന്നില്ല? ഇതിന് കൊടുത്ത തെളിവുള്ള ഇടിച്ചെടുത്ത ഒലിവെണ്ണ ഒരു പക്ഷേ ഈ ഒഫ്നി ഫിനഹാസും കൂടെ വാങ്ങി ബ്ലാക്ക് മാർക്കറ്റിൽ വിൽക്കുന്നതായിരിക്കും. ഇതിനുള്ള എണ്ണ കിട്ടുന്നുണ്ട്, പക്ഷെ ആ എണ്ണ അവരെ ഉപയോഗപ്പെടുത്തുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഒരുവൻ യാഗം കഴിക്കാൻ വരുമ്പോൾ അവന്റെ ആ ഇറച്ചിയിൽ നിന്ന് നമുക്കെത്ര കിട്ടും എന്ന് അവർ നോക്കിയതുപോലെ ഒരു പക്ഷേ ഇവർ ഈ എണ്ണയുടെയും ഒരു ഭാഗം അവർക്കായിട്ട് ഉപയോഗപ്പെടുത്തി. ചുരുക്കത്തിൽ വിളക്ക് രാവിലെ വരെ കത്തേണ്ട വിളക്ക് എപ്പോ വരെ ഉള്ളൂ? 8 മണി വരെയോ 9 മണി വരെയോ ഉള്ളൂ. പാവം ശമൂവേൽ ബാലൻ എന്തോ ചെയ്യും? വിളക്ക് കിടുന്നതിന് മുമ്പേ പോയി കിടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും? ദൈവത്തിന്റെ പ്രമാണം വെളുക്കുന്നത് വരെ ഇത് കത്തണം എന്നുള്ളതാണ്. ഇത് തലമുറ തലമുറയായി എന്നേക്കുമുള്ള പ്രമാണം. പക്ഷേ അത് ആര് ലംഘിക്കുന്നു? ഇവിടെ ഇവര് ലംഘിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മള് ഈ പ്രമാണം ലംഘിച്ച് ഒഫ്നിയെയും ഫിനഹാസിനെയും പോലെയും ഏലി പുരോഹിതനെ പോലെയും ആണോ? അതോ കർത്താവിന്റെ വരവ് വരെ ഇത് ആ നിലയില് വിളക്ക് കത്തത്തക്കവണ്ണം പരിശുദ്ധാത്മാവിന്റെ ശക്തി നമുക്ക് വേണ്ടേ? തീർച്ചയായും വേണം. നമുക്ക് ദൈവസന്നിധിയില് നമ്മളെ തന്നെ കേട്ട വചനങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളെ തന്നെ
ശോധന ചെയ്യാം. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ പറഞ്ഞത് തിരി അത് നമ്മളാണ്. നമ്മളെ പുകഞ്ഞാലും കെടുത്തിക്കളയാത്ത ഒരു നല്ല യജമാനനാണ് നമുക്കുള്ളത്. നമ്മെ സ്നേഹിക്കുന്നു. തിരി കെടുത്തിക്കളയുകയില്ല എന്നെന്തിനാ അവിടെ പറഞ്ഞേക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥ നോക്കി നമ്മളിൽ തന്നെ നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ സ്നേഹത്തെ കാണുക. ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സഹോദര സഹോദരി, നിന്റെയും എന്റെയും അവസ്ഥ ദൈവത്തിന് അറിയാം. നീ ഇന്ന് നിന്റെ വീട്ടിൽ, സമൂഹത്തിൽ, സഭയിൽ വേണ്ട വെളിച്ചം നൽകുന്നില്ല, സ്നേഹം നൽകുന്നില്ല, വിശ്വാസത്തോടെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ജീവിക്കുന്നില്ല. മറിച്ച് കരിന്തിരി കത്തുകയാണ്. പകയും പിണക്കവും കുറ്റപ്പെടുത്തലും അസൂയയും ഒക്കെയാണ് വരുന്നത്. അങ്ങനെയുള്ള കരിന്തിരിയാണ് കത്തുന്നതെങ്കിൽ, അങ്ങനെയുള്ള പുകയാണ് വമിപ്പിക്കുന്നതെങ്കിൽ, ആ പുക വിളക്കുകളുടെ മധ്യത്തിൽ നടക്കുന്ന കർത്താവിനെ ശ്വാസം മുട്ടിക്കും. ആ പുക മാറ്റിക്കളയാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പക്ഷേ തിരിയാകുന്ന നിന്നെ മുറിച്ച് മാറ്റാൻ, ഇല്ലാതാക്കാൻ, കെടുത്തിക്കളയാൻ, നിന്നെ ഇല്ലാതാക്കി ആ സ്ഥാനത്ത് വേറൊരു തിരിയെ കൊണ്ടുവന്ന് വയ്ക്കാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നില്ല. പുകയുന്ന തിരി കെടുത്തിക്കളയുന്നില്ല. ഇത് നമുക്ക് എത്ര വലിയ നന്ദി തരണം, എത്ര വലിയ ധൈര്യം തരണം, എത്ര വലിയ നന്ദി തരണം. ഇതൊരു ലൈസൻസ് ആയിട്ടല്ല നമ്മൾ എടുക്കുന്നത്. മറിച്ച് കർത്താവെ, അവിടുന്ന് എന്നെ ഇത്രത്തോളം സ്നേഹിക്കുന്നെങ്കിൽ ഞാൻ ഈ സ്നേഹത്തിന് ഒരു പ്രതിസ്പന്ദനമായിട്ട്, ഈ സ്നേഹത്തിന് പകരമായിട്ട് ഞാൻ എന്ത് ചെയ്യും? എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും ഈ കരിന്തിരി കത്തുന്ന അനുഭവം മാറ്റി ഞാൻ വീണ്ടും നല്ല ഒരു തിരിയായിട്ട്, വെളിച്ചം കൊടുക്കുന്ന ഒരു തിരിയായിട്ട് എൻ്റെ വീട്ടിലും എൻ്റെ സഭയിലും എൻ്റെ സമൂഹത്തിലുമായിരിക്കും. അതെനിക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ ഒക്കുകയില്ല. കർത്താവേ, ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരുന്നു, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുമായിട്ട്, എന്ന് വെച്ചാൽ ഒരു സമർപ്പണത്തോടെ. ഈ കരിന്തിരിയുള്ള ഭാഗം നീ മുറിച്ചു കളയാൻ എനിക്ക് സമ്മതമാണ്. അനുതാപത്തോടെ എന്നിൽ എന്ത് മാറ്റം വരുത്തിയാലും എനിക്കത് സമ്മതമാണ് കർത്താവേ, ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ എൻ്റെ ആ കരിന്തിരി കത്തുന്ന ആ രീതി ഒന്ന് മാറ്റി എന്നിൽ എണ്ണ പകർന്ന് ഹല്ലേലൂയ, ദൈവത്തോടും സഹജീവികളോടുമുള്ള സ്നേഹം, നിഷ്കളങ്കമായ സ്നേഹം, തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാത്ത, സ്വാർത്ഥതയില്ലാത്ത, നിസ്വാർത്ഥമായ ഒരു സ്നേഹം വീണ്ടും കർത്താവെ അവിടുന്ന് എന്നിൽ പകരണമേ എന്ന് പകർന്ന് നമ്മൾ കർത്താവിൻ്റെ അടുത്ത് ചെന്നാൽ കർത്താവ് എന്തോ ചെയ്യും? കർത്താവ് തീർച്ചയായും നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്യും. ആ എമ്മൗസിലേക്ക് പോയ മുഖം വാടിയവരും തർക്കിക്കുന്നവരും കണ്ണ് നിരോധിക്കപ്പെട്ടവരുമായ ആ ശിഷ്യന്മാരെ സഹായിച്ച് അവരുടെ ഹൃദയത്തിൽ ചൂട് പകർന്ന് അവരെ വീണ്ടും കത്തുന്ന തിരിയാക്കി മാറ്റിയ കർത്താവ് നമ്മളെയും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. നമുക്ക് നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലാം, കർത്താവിനോട് പറയാം, നമ്മുടെ അവസ്ഥ സമ്മതിക്കാം. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ആദ്യ ആഴ്ചയിൽ തന്നെ, ഈ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ തന്നെ നമുക്ക് പറയാം, ഇത് കേവലം കുറച്ച് നാളത്തേക്കല്ല, മറിച്ച് ഇന്ന് വരെ, പ്രഭാതം വരെ ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ദൈവസന്നിധിയില് ദൈവം നമ്മിൽ നിന്ന് എത്രത്തോളം പ്രതീക്ഷിക്കുന്നു എന്ന് കണ്ട് താഴ്മയോടെ, എളിമയോടെ നമുക്ക് കർത്താവിനോട് പറയാം, കർത്താവേ, പ്രഭാതം വരെ എന്നെ ആക്കിയിരിക്കുന്നിടത്ത് ശോഭിക്കുന്ന ഒരു തിരിയായിട്ട്, വെളിച്ചം നൽകുന്ന ഒരു തിരിയായിട്ട് എനിക്കായിരിക്കണം. എനിക്കിനി പുക വമിക്കണ്ട, നീ എന്നെ സഹായിക്കണം എന്ന് പറയാമോ? പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ കർത്താവ് നമ്മിൽ ഒരു പ്രവൃത്തി ചെയ്യും. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഇനി ആരോടും ഒരു സ്നേഹവും ഇല്ലെന്നാണോ നമ്മൾ വിചാരിച്ചിരിക്കുന്നത്? അല്ല, അവിടെ തന്നെ കർത്താവ് സ്നേഹം പകരും. ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ,
പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ സ്നേഹിക്കുന്ന ഒരവസ്ഥയിലേക്ക്, ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മളെ കർത്താവ് ക്രമാനുഗതമായിട്ട് നയിക്കും. നമുക്ക് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു.